കാലമാകയാൽ നാം എന്താ, ഈ കാലം ദുഷ്കാലം, അതായത് ദുഷ്ടത നിറഞ്ഞ കാലമാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ അതിന്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച പ്രസംഗിച്ചുള്ളൂ. ഒന്ന്, ജ്ഞാനത്തോടെ നടക്കും. എന്താണ്? എന്നോ ജ്ഞാനം. സ്തോത്രം. ദൈവത്താൽ പകർന്നു തരുന്ന ദൈവിക ജ്ഞാനത്തോടെ നമ്മൾ നടക്കണം. സ്തോത്രം. അതാണ് ഒരു വിഷയം എടുത്തത്. ബാക്കി വിഷയം ഇന്നെടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഞാൻ അത് എടുക്കുന്നില്ല. കാരണം ഞാൻ ഇന്നലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മറ്റൊരു ദൂത് കർത്താവ് തരുവാൻ, ഇന്ന് പകൽ ഇത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ്, ഞാൻ പറയട്ടെ, ഞാൻ ഫുള്ള് പറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇത് സംസാരിക്കണമെന്ന് വ്യക്തമായിട്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം മനഃപൂർവ്വം മാറ്റിവെച്ചിട്ട് ഇത് ധ്യാനിക്കാനിടയായി. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നൽകി തന്ന ആ വചന ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നമുക്ക് ആദ്യം ഒരു വാക്യം ദൈവസന്നിധിയിൽ വായിക്കാം. ആ വാക്യം വായിക്കുമ്പോൾ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യം. യിരെമ്യാവ് 17:10. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഒരു വിഷയമുള്ളൂ: ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം. ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം. സ്തോത്രം. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങളൊന്നും എടുക്കുന്നില്ല. അന്തരംഗങ്ങളെ പരീക്ഷിക്കും, അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കും. ഈ 2 ഭാഗം ഞാൻ അങ്ങ് വിടുക. അത് 3 ഭാഗം കൂടെ പ്രസംഗിക്കാനുള്ള നേരമില്ല. ഒറ്റ വിഷയം മാത്രം ഇന്ന് പകൽ നമുക്ക് ധ്യാനിക്കാം. ഹൃദയത്തെ ശോധന ചെയ്യുന്ന, ഹൃദയത്തെ കാണുന്നൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനാഥോത്ത് എന്ന ഗ്രാമത്തിൽ ഹിൽക്കിയ പുരോഹിതന്റെ മകനാണ് യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ. യിരെമ്യാവിനെ വിശേഷിപ്പിക്കുന്നത് കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നാണ്. കണ്ണുനീരിന്റെ പ്രവാചകൻ. എന്നാൽ യിരെമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ എന്നാണ്. എന്താണ് വാക്കിന്റെ അർത്ഥം? യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ യിരെമ്യാവിനെ കുറിച്ചൊന്ന് അല്പനേരം പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഉയർത്തും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ടാ കാര്യത്തിൽ? അനുഭവം ഉള്ളവര് മാത്രം സ്തുതിച്ചാൽ മതി. കണ്ണുനീര് വാരി എറിയുന്നവരെ ഉയർത്താതെ
ദൈവം അവരെ വിടത്തില്ല. അവരെ ഉയർത്താതിരിക്കാൻ ദൈവം മറന്നു പോകത്തില്ല. അമ്മേ, ദൈവസന്നിധിയിൽ നിലവിളിക്കും, ദൈവസന്നിധിയിൽ കരയുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ മകനെ, മകളെ എന്റെ ദൈവം ഉയർത്താതിരിക്കത്തില്ല. ആമേൻ. നമ്മുടെ സമയത്ത് നമ്മൾ ഉയർത്തപ്പെട്ടില്ലെങ്കിലും നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവൻ ആണെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്നലകളിൽ കഴിഞ്ഞ പോലെ അല്ല നമ്മൾ ഇന്ന് കഴിയും. ആണോ? അല്ല. ഇന്നലകളിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിട്ടാണ് ദൈവം നമ്മളെ ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലകളിലെ ഞെരുക്കത്തിൽ കരഞ്ഞപ്പോ, ഇന്നലത്തെ വേദനകളിൽ കരഞ്ഞപ്പോൾ, ഇന്നലത്തെ ഭാരമേറിയ അനുഭവങ്ങളിൽ കരഞ്ഞപ്പോൾ അവിടെ നിന്ന് ദൈവം നമ്മളെ ഒരു പടിയും കൂടി ഉയർത്തി. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ഒരു സന്ദേശം പോലെ പറയാം. ദൈവസന്നിധിയിൽ കരയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടരുത്. ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു കാലം വരും, ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു സമയം വരും എന്നുള്ളത് യിരെമ്യാവിന്റെ ജീവിത ചരിത്രം നമ്മളെ വരച്ചു കാണിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിക്കണമേ, യിരെമ്യാവ് എന്ന പുസ്തകത്തിൽ കർത്താവായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് ഹല്ലേലൂയ അനുസരണയോടെ അറക്കുവാൻ കൊണ്ടുപോകുന്ന അനുസരണയുള്ള മെരുക്കമുള്ള ഒരു കുഞ്ഞാടായിട്ടാണ് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ കർത്താവായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിക്കണമേ, യിരെമ്യാവിന്റെ പ്രവചന കാലഘട്ടങ്ങളിൽ യിരെമ്യാവ് പ്രവചിച്ച ഒരു പ്രവചന ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരാത്മീയ ദൂതാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. നമുക്ക് യിരെമ്യാവിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനും മുൻപേ ദൈവം കണ്ട മനുഷ്യനാണ്. ആമേൻ, ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ താൻ കിടക്കുമ്പോ തന്നെ ദൈവം അഭിഷേകം ചെയ്തവനാണ് യിരെമ്യാവ്. അമ്മയുടെ ഉദരത്തിൽ താൻ കിടക്കുമ്പോ തന്നെ ജാതികൾക്ക് പ്രവാചകനായി ദൈവം എണ്ണിയവനാണ് യിരെമ്യാവ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് വിശേഷതകൾ യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകനുണ്ട് കേട്ടോ. ആമേൻ. ആ പ്രവാചകന്റെ അധരത്തിൽ നിന്ന് അടർന്നു വീണ വാക്കാണ് നമ്മൾ വായിച്ചത്. ദൈവമോ ഹൃദയത്തെ കാണുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവമോ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ദൈവമോ നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ എപ്പോഴും പറയാറുള്ള പ്രാർത്ഥിക്കാറുള്ള ഒരു വാക്കാണ്, ദൈവം നമ്മളെ കൂടുതലായിട്ടും അറിയുന്നില്ല, ദൈവം നമ്മളെ കുറവായിട്ടും അറിയുന്നില്ല, ദൈവം നമ്മളെ ഉള്ളതുപോലെ അറിയുന്നവനാ. ക്രൈസ്തലോട് നമ്മൾ എന്താണെന്നുള്ളതുപോലെ അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ ക്രിസ്തുവാണെന്ന് ഇന്നു പകൽ ആത്മധൈര്യത്തോടെ ഞാൻ പറയും. ആ ഉറപ്പ് എത്ര പേർക്കുണ്ട്? ആ ഉറപ്പ് എത്ര പേർക്കുണ്ട്? യേശു ഒരുവനെ അറിയുന്നത് പോലെ ഒരു ആൾക്കും ഒരു ശക്തിക്കും അറിയാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. യേശു അറിയുന്നത് പോലെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ക്രൈസ്തലോട് ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ അവൻ വ്യക്തമായി അറിയുന്നവനാണ്. കൂടെ കിടക്കുന്ന ഭാര്യയുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ ഭർത്താവിന് ഒരിക്കലും പൂർണ്ണമായിട്ട് അളക്കാൻ പറ്റത്തില്ല. കൂടെ കിടക്കുന്ന ഭർത്താവിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങൾ ഭാര്യയ്ക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് അളക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് അപ്പനെ അമ്മ അളക്കാൻ പറ്റില്ല, അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ അളക്കാൻ പറ്റൂ? അതുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്.
എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു രഹസ്യമെങ്കിലും ആരോടും പറയാത്ത, നമ്മൾ പറയും എന്റെ മനസ്സിൽ ഒന്നും ഇല്ലെന്ന് പറയും, എന്റെ മനസ്സിൽ ഒരു രഹസ്യവും ഇല്ലെന്ന് പറയും. പക്ഷെ ആരോടും പറയാത്ത ഒരു രഹസ്യമെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കാണുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അടിച്ചേൽപ്പിക്കുകയല്ല, എന്റെ ഒരു വിശ്വാസം പറയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതുവരെ കാണുന്നവനാണ് ദൈവം. പറഞ്ഞ മനസ്സിലായോ? അതുവരെ കാണുന്നവനാണ് ദൈവം. അതാണ് യിരെമ്യാവ് പറയുന്നത്, ഹൃദയങ്ങളെ ദൈവം ശോധന ചെയ്യുന്നു. ആമേൻ. ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യുന്നു? ശോധന ദൈവം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തെ ശോധന ചെയ്യണമെങ്കിൽ ഹൃദയത്തെ ദൈവം കാണുന്നുണ്ടെന്ന അർത്ഥം ഇല്ലേ? ഹൃദയത്തെ ദൈവം കാണുന്നുണ്ട്. ഹൃദയത്തെ ഞാൻ ദൂരത്ത് നിന്ന് ആരായുന്നു അല്ലേ? ദൂരത്തു നിന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എന്നതാ കിടക്കുന്നതെന്ന് അറിയാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഹൃദയത്തിന്റെ ആഴങ്ങളെയും പരപ്പുകളെയും മനസ്സിലാക്കുന്നവനാണ് ദൈവം. ആരെയും മറയ്ക്കാം, ദൈവത്തെ മറയ്ക്കാൻ പറ്റത്തില്ല. ആരുടെ മുമ്പിലും വേണമെങ്കിൽ മൂടി വെക്കാം, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ മൂടി വെക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽ ആത്മാവ് ഒരു സന്ദേശം ഇടപെടുക. നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെയാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ള ബോധത്തോടെ വേണം ഇരിക്കാൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ വ്യക്തമായിട്ട് കാണാൻ കഴിവുള്ള ദൈവത്തിന്റെ മുൻപിലാണ് ഞാനും നീയും ഇരിക്കുന്നത് എന്നുള്ള ബോധം നമ്മളെ ഭരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു ബോധ ചിലരുടെ ഹൃദയത്തെ പിശാചാകുന്നവൻ അല്ലെങ്കിൽ ഹൃദയങ്ങളെയാ പിടിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ശരീരഭാഗം എടുത്തു പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരീരഭാഗത്തെ സുപ്രധാന അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം. മനസ്സിലായോ? മനുഷ്യന്റെ വിചാര വീക്ഷണത്തിന്റെ കേന്ദ്രമാണ് ഹൃദയം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിനും കയറാം, പിശാചിനും കയറാം. കേറത്തില്ലയോ? എത്രയോ ഉദാഹരണമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് പകൽ ആത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചൊരു വെളിപ്പാടുണ്ട്. നിന്റെ ഹൃദയത്തെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നിന്റെ ഹൃദയത്തെ ആരാണോ നിയന്ത്രിക്കുന്നത്? നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിതമാകുന്ന അനുഭവം ഏതാണ്? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടൊരു കാര്യം പറയാ. നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന മേഖലയിൽ നീ ഇന്ന് പകൽ തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യുന്നതിനെ നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ പറഞ്ഞേ? ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ വിചാരം നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ ഹൃദയം എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കും. എപ്പോ വേണമെങ്കിലും പിശാചിനത് മാറ്റാം. എപ്പോൾ വേണമെങ്കിലും പിശാചിനത് മാറ്റാം. ഇന്ന് പകൽക്കാലം തിരിച്ചറി. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ അവന്റേതാകുന്ന സ്വാധീനങ്ങളാൽ സ്വാധീനിച്ച് അവന്റേതാകുന്ന നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ അകപ്പെടുത്തുവാൻ പിശാചാകുന്നവൻ ശ്രമിക്കുമ്പോൾ ലോകത്തിൻ്റെതാകുന്ന കാഴ്ചകളാലും സൗന്ദര്യങ്ങളാലും ലോകത്തിൻ്റെതാകുന്ന വസ്തുവകകളാലും പിശാചാകുന്നവൻ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം
നീ അറിയേണ്ട ഒരു സത്യമുണ്ട്. നിന്റെ ഹൃദയത്തെ കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നിയന്ത്രിക്കുന്നത് ആരാണെന്നും നിന്നെ നിയന്ത്രിക്കുന്നത് എന്താണെന്നും നിന്നെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് ഏത് വഴിയാണെന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്നു പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ചിലരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നു പകൽ അതിനെ ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഹൃദയം അവന്റെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം കാട്ടപ്പോകെ. സ്തോത്രം. ഈ ഇരിക്കുന്ന ഇരിപ്പൊന്നും വന്നിരിക്കത്തില്ല. ഇന്നു പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു മുന്നറിയിപ്പ് പോലെ തരിക. ചിലരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ, ചിലരുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കാൻ പിശാചാകുന്നവൻ ഒരുക്കുന്ന ചില പദ്ധതികൾ ഇന്നു പകൽ ഈ തിരുവചന ശുശ്രൂഷയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ അവൻ ദൃഷ്ടി വെച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഇന്നു പകൽ പൈശാചികന്റെ സ്വാധീനം യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ബ്രേക്കിയേ. പ്രാർത്ഥിച്ചേ, ആത്മാവിലെന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലെന്ന് പ്രാർത്ഥിച്ചേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിലെന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലെന്ന് പ്രാർത്ഥിച്ചേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിലെന്ന് പ്രാർത്ഥിക്കുക. മനസ്സുണ്ട് പ്രാർത്ഥിച്ചോ. ഇന്നു പകൽ ദൈവാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. ചിലരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ചില പൈശാചികമാകുന്ന സ്വാധീനങ്ങളെ ജയിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ ഈ വചനത്തിന്റെ ശക്തിയാൽ ദൈവം നിന്നെ സഹായിക്കേണ്ടതിന് ഒന്ന് സമർപ്പിക്കപ്പെട്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് സ്തുതിക്കുക. ഹന്തരാജന ഹതര പ്രവാചന ധീരമനഘടക അത്തുരാജകൽക്കമനഘട ഹന്തരാജന ധീരാമന രകൽക്കമനഘടക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ഹൃദയത്തിനെ സ്വാധീനിക്കാൻ പിശാചാകുന്നവൻ അവന്റെ ആയുധപ്പുരയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അതിന്റെ പൈശാചിക പദ്ധതികൾ ഇന്നു പകൽ യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ അത് അഴിഞ്ഞുമാണ്. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി അടമനകന കഥനാകന ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ ദൈവപദ്ധതിക്കനുസരിച്ച് നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് പിശാചാകുന്നവൻ ഒരുക്കുന്ന പദ്ധതിയെ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക. ഇന്ന് നിന്റെ കൂടെ ആരാധിക്കുന്ന ചിലവരുടെ നാളെ നിന്റെ കൂടെ ആരാധിക്കത്തില്ലെന്ന് പിശാചാകുന്ന തന്ത്രത്തിൽ വീണുപോയാൽ ഇന്ന് നിന്റെ കൂടെ ആരാധിക്കുന്നവർ നാളെ നിന്റെ കൂടെ കാണത്തില്ല. നിന്റെ കുടുംബത്തിലുള്ള പലതും കാണത്തില്ല. ഇന്നമകൾ തിരിച്ചറി യേശുവിന്റെ നാമത്തിൽ ഇന്നമകൾ ഹൃദയത്തിന്റെ അന്തർജനങ്ങളെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന ഐശ്വര്യങ്ങളുടെ പദ്ധതി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നതിന്റെ ആഴം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം, ഇല്ലെങ്കിൽ ജീവിതാനുഭവം വരുമ്പോ പഠിച്ചോണം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവ് ശക്തവും വ്യക്തവുമായി ബോധ്യപ്പെടുത്തുന്നു. ചിലരുടെ ഹൃദയത്തെ കീഴടക്കാൻ പിശാച് ശ്രമിക്കുന്നുണ്ട്. നീ മനസ്സിലാക്കേണ്ട ഒരു സത്യമാ വായിച്ചത്, എന്നാ ദൈവം നിന്റെ ഹൃദയം കാണുന്നു. മനസ്സിലാകുന്നുണ്ടോ? പിശാച് നിന്റെ ഹൃദയം ദൈവം കാണുന്നത് കൊണ്ടാണ് നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന പിശാചിന്റെ പദ്ധതിയെ ദൈവം ഇന്നു പകൽ വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഞാൻ അതുകൊണ്ട് ആ ഭാഗം അവിടെ നിന്ന് വിടുക. നിങ്ങൾ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്ന ദൂതിലേക്ക് വരാം. വായിച്ചാട്ടെ 1 ശമൂവേൽ 16:7.
ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. ഒന്ന് ശമൂവേൽ. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, മതി. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഒരാമേൻ എത്ര പേര് പറയും? മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഹല്ലേലൂയ. ദൈവം നോക്കുന്ന, ഹൃദയത്തെ നോക്കുന്ന, ശോധന ചെയ്യുന്ന ഒന്നാമത്തെ ഒരു ദൂതാണ് ദൈവാത്മാവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ വായിച്ചത്. ശമൂവേലിനോട് സർവശക്തനാകുന്ന ദൈവം പറയുന്നു, നീ അവന്റെ പൊക്കമോ നീളമോ വണ്ണമോ ഒന്നും നോക്കരുത്. എന്ന് പറഞ്ഞാൽ മാനുഷിക കണ്ണുകളുടെ പരിഗണന ഉണ്ടാവരുത്. സ്തോത്രം. മാനുഷിക കണ്ണുകളുടെ പരിഗണനയോടുകൂടി ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകരുത്. ഇന്ന് നടക്കുന്ന അങ്ങനെ. പക്ഷെ വചനം പഠിപ്പിക്കുന്ന എന്താ? മാനുഷികമാകുന്ന പരിഗണനയോട് കൂടി ഒരു തെരഞ്ഞെടുപ്പ് നടക്കരുത്. കാരണം ഞാൻ നോക്കുന്നത് പുറമേ അല്ല, ഞാൻ നോക്കുന്നത് അകമാ. സ്തോത്രം. ഞാൻ നോക്കുന്നത് എന്താ? ഹൃദയത്തിന്റെ അകമാ നോക്കുന്നത്. ഞാൻ ഹൃദയത്തെയാ ഞാൻ നോക്കുന്നത്. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇസ്രായേൽ രാജകീയ പദവിയിൽ നിന്ന് ശൗലിനെ ദൈവം നീക്കിയപ്പോൾ ശമൂവേലിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു. അതിന് പകരമായിട്ട് ഞാൻ ഒരുവനെ എന്ത് ചെയ്യാം? തെരഞ്ഞെടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 16-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം പറയും, നീ ഇശായിയുടെ കുടുംബത്തേക്ക് എന്ത് ചെയ്യണം? പോകണം. ഇശായിയുടെ കുടുംബത്തേക്ക് നീ പോകണം. ഇശായിയുടെ ഭവനത്തിലേക്ക് നീ പോയി അവിടെ ഞാൻ ഒരുവനെ ഇസ്രായേലിന്റെ രാജാവായി കണ്ടിട്ടുണ്ട്. ആമേൻ. അങ്ങനെ അല്ലെങ്കിൽ അപ്പൊ ഈ ശമൂവേൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എങ്ങനെ പോകും? ശൗൽ അറിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. ഉടനെ പറയണേ, യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ നീ പോകുകയാണെന്ന് ഉള്ള നിലയിൽ വേണം നീ പോകാൻ. നീ പോകുമ്പോൾ ആരെ കൂട്ടണം? ഇശായിയെയും കുടുംബത്തെ കൂട്ടണം എന്ന് പറഞ്ഞ് തൈലക്കൊമ്പ് നിറച്ച് തൈലം എടുത്തുകൊണ്ട് ശമൂവേൽ ഇശായിയുടെ ഭവനം ലക്ഷ്യമാക്കി പോകുന്നു. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് മൂപ്പന്മാർ ദൂരത്ത് നിന്ന് ശൗലിന്റെ വരവ് കണ്ടിട്ട് അവരുടെ മുട്ടുകാല് വിറയ്ക്കാൻ തുടങ്ങി. അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ വരവ് ശുഭമാണോ? നിന്റെ വരവ് ശുഭം തന്നെയാണോ? ശമൂവേലിന്റെ മറുപടി ശുഭം. ശമൂവേലിന്റെ മറുപടി, എന്റെ വരവ് ശുഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ഹല്ലേലൂയ. തൈലക്കൊമ്പും പിടിച്ചുകൊണ്ടുവരുന്ന ശമൂവേലിനോട് മൂപ്പന്മാര് ചോദിക്കുന്ന ചോദ്യം, നിന്റെ വരവ് ശുഭമോ? ആമേൻ. ശമൂവേൽ പറയും, എന്റെ വരവ് ശുഭം തന്നെ എന്ന് പറഞ്ഞു. മുൻപോട്ട് പോയി ഇശായിയെയും കുടുംബത്തെയും കൂട്ടുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ഹല്ലേലൂയ, അവിടെ വെച്ചാണ് ഹല്ലേലൂയ ഇശായിയുടെ 7 പുത്രന്മാരെ എന്ത് ചെയ്യുന്നത്? ശമൂവേലിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഒന്നാമത്തെ മകനായിരുന്ന ഏലിയാബിനെ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് നമ്മൾ വായിച്ച വാക്യം. പ്രൈസ് ദി ലോർഡ്. ദേണ്ട എന്റെ ഒന്നാമത്തെ മകൻ എന്ന് പറഞ്ഞ് അപ്പൻ ആരുടെ മുമ്പിൽ നിർത്തുക?
ശമൂവേലിന്റെ മുമ്പിൽ നിർത്തി. ശമൂവേലിന്റെ മുമ്പിൽ നിർത്തിയപ്പോൾ സർവശക്തനാകുന്ന ദൈവം ശമൂവേലിനോട് ഇടപെട്ട ദൂത നമ്മൾ വായിച്ചത്. മനുഷ്യനോ കണ്ണിൽ കാണുന്നത് നോക്കുന്നു, നീ അവന്റെ പൊക്കമോ വണ്ണമോ നീളമോ കഴിവോ ഒന്നും നോക്കരുത്. ഞാനോ ഹൃദയത്തെ കാണുന്നു, ഞാനോ ഹൃദയത്തെ അറിയുന്നു, ഞാനോ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. 7 പുത്രന്മാരെ നിരത്തു നിർത്തിയിട്ട് പോലും തൈലക്കൊമ്പിന്റെ അകത്തൊരു ചലനമുണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടൽ ശമൂവേലിനുണ്ടാകുന്നുണ്ട്. ഇതല്ല. പക്ഷെങ്കിൽ തൈലക്കൊമ്പിൽ ഒരു ചലനം നടക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ അപ്പൊ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തൈലക്കൊമ്പിൽ ചലനം നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെളിപ്പെടുന്ന വചനം നിന്റെ അകത്ത് വ്യാപരിക്കണമെങ്കിൽ, നിന്റെ അകത്ത് വചനത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ചലിക്കണമെങ്കിൽ ആ വചനവുമായിട്ട് നിനക്കൊരു കണക്ഷൻ ഉണ്ടാവണം. ചുമ്മാ ദൈവശബ്ദം കേട്ടിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് 7 പേരെ നിർത്തിയപ്പോഴും ശമൂവേല് ദൈവശബ്ദം കേട്ടു. ഇതല്ല എന്ന് പറഞ്ഞു. പക്ഷെ തൈലക്കൊമ്പിൽ ഒരാനക്കവും വന്നില്ല. അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഹല്ലേലൂയ, നിന്റെ മക്കൾ തീർന്നോ? ഇനി ആരേലും ഉണ്ടോ? ആ ചോദ്യത്തിന് അപ്പം കൊടുത്ത മറുപടി, എനിക്ക് ഒരു പുത്രനും കൂടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച്, 7 പുത്രന്മാരെ നിരത്തി നിർത്താൻ മനസ്സ് കാണിച്ച അപ്പൻ 8ാമത്തെ ചെറുക്കനെ മറന്നു. മിണ്ടുന്നില്ലല്ലോ. 7 പേരെ നിരത്തി നിർത്താൻ മനസ്സ് കാണിച്ച അപ്പൻ 8ാമത്തെ ചെറുക്കനെ മറന്നുപോയെന്ന്. ഇനി അപ്പം മറന്നെങ്കിൽ പോട്ടെ, അമ്മ മറന്നു. 8ാമനെ പ്രസവിച്ച ഈ അമ്മ മറക്കുവോ? ശ്രദ്ധിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പനും മറന്നു, അമ്മയും മറന്നു, സഹോദരങ്ങളും മറന്നു. ഈ ഒരു സന്ദർഭത്തിൽ ശമൂവേലിന്റെ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഇനിയും ഏതെങ്കിലും തലമുറ ഉണ്ടോ? എല്ലാ മക്കളും. സ്തോത്രം. ഈ ചോദ്യത്തിന്റെ മുൻപിലാണ് 8ാമന്റെ ഓർമ്മ വരുന്നത്. ഹല്ലേലൂയ. ശമൂവേല് പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ വരാതെ പന്തി ഇരിക്കത്തില്ല. ആമേൻ, 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 ആമേൻ. അവൻ വരാതെ എന്ത് ചെയ്യത്തില്ല? പന്തി ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചു കേട്ടത് യുവമക്കളെ, ഹല്ലേലൂയ, എന്ത് ചെയ്തു? ദാവീദിനെ വിളിച്ചു വരുത്തി. സ്തോത്രം. ദാവീദിനെ വിളിച്ചു വരുത്തിയതല്ല, ദാവീദിനെ കണ്ടപ്പോ തന്നെ. കൃപ. ശ്രദ്ധിക്കണമേ, ദാവീദിനെ കണ്ടപ്പോ തന്നെ തൈലക്കൊമ്പ് ചലിക്കാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തൈലക്കൊമ്പിൽ തൈലം നിറച്ചു എന്ന് പറഞ്ഞാൽ പരിശുദ്ധയാത്മാവിന്റെ ഒരു നിഴലാണ് കാണിക്കുന്നത്. അങ്ങനെ അഭിഷേകത്തിന്റെ ഒരു നിഴലാണ് കാണിക്കുന്നത്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ ഹൃദയത്തെ ശോധന ചെയ്യപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോ തൈലക്കൊമ്പ് ചലിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എവിടെ വെച്ചാ ദാവീദ് ദൈവം ദാവീദിന്റെ ഹൃദയത്തെ കണ്ടത് വനാന്തരങ്ങളിലാണ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാരും ഉള്ളപ്പോഴല്ല ദൈവം ദാവീദിന്റെ ഹൃദയം കണ്ടത്. എല്ലാരും ഉള്ളപ്പോഴല്ല ദൈവം ദാവീദിന്റെ ഹൃദയം കണ്ടത്. ദൈവം ദാവീദിന്റെ ഹൃദയം കണ്ടത് ദാവീദ് ഒറ്റപ്പെട്ടപ്പോൾ. കൃപ. ദാവീദ് ഒറ്റപ്പെട്ട സമയത്താണ് ദൈവം അവന്റെ ഹൃദയത്തെ വ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. കാര്യം എന്തെന്നറിയാമോ? വനാന്തരങ്ങളിലേക്ക് അയച്ചപ്പോൾ അവിടെ അവന് സംസാരിക്കാൻ വേറെ ആരുമില്ല. ആ സമയത്ത് വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട ദാവീദിന് സംസാരിക്കാൻ ഒരുവനേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ ഒറ്റപ്പെടലിന്റെ നടുവിൽ ഹല്ലേലൂയ ദൈവവുമായിട്ട് സംസാരിക്കാൻ മനസ്സ് കാണിച്ച ദാവീദിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിഞ്ഞ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇവൻ വെറും ഒരു മനുഷ്യനല്ല, ഇവൻ കരുത്തുള്ളൊരു മനുഷ്യനാ, അല്ലെങ്കിൽ ഇവൻ ബലമുള്ള ഒരു മനുഷ്യനാ, ഇവൻ ഉറപ്പുള്ള ഒരു മനുഷ്യനാ. ഇവന് പൊക്കമില്ലായിരിക്കും, ഇവന് നീളമില്ലായിരിക്കും, ഇവന് വണ്ണമില്ലായിരിക്കും, പക്ഷെ ഇവന്റെ ഹൃദയത്തിന് ശോധന ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ജനത്തെ നടത്താനുള്ളൊരു കരുത്തിവനുണ്ട്. ഓ കൃപ കൃപ കൃപ! ഇന്ന് പകൽക്കാലം ആത്മാവിനോട് ശക്തമായിട്ട് ഒരു ദൂത് പറയുന്നു. ആരും കാണാത്ത നിന്റെ ഹൃദയത്തിൽ വ്യക്തമായിട്ട് അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിന്നോട് സംസാരിക്കുന്നു. ചില ഒറ്റപ്പെടലുകൾ, ചില വേദനകൾ, ചില ഭാരങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില കഷ്ടതകൾ ദൈവം അല്ലെങ്കിൽ നീ കടന്നുപോയെങ്കിൽ ആത്മാവ് പറയുന്നു അതിന്റെ നടുവിൽ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ലാഭം നീ ആരാണെന്ന് ദൈവം അറിഞ്ഞു, നീ എന്താണെന്ന് ദൈവം അറിഞ്ഞു. എത്ര പേർ കുറപ്പുണ്ട്? ഉറപ്പുള്ളവർ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ. ഇന്ന് പകൽക്കാലം നീ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നീ ആരാണെന്ന് ദൈവം അറിയുന്നവന്റെ അറിവ്. ഓ കൃപ 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 കൃപ! ഇന്ന് പകൽ ആ വെളിപ്പാട് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ വെളിപ്പാട് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം ആരാണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, ദൈവം ആരാണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇന്നുവരെ നീ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ എന്താണെന്ന് ദൈവം ഒന്ന് അറിയണം, ഞാൻ എന്താണെന്ന് എന്റെ ദൈവം അറിയണം. പല മനുഷ്യനും ഞാൻ എന്താണെന്ന് അറിയാതെ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്റെ ദൈവമേ ഞാൻ ആരാണെന്ന് ദൈവം ഒന്ന് അറിയണം. ദൈവം അറിഞ്ഞാൽ അത് മറ്റുള്ളവരും അറിയും. കൃപ കൃപ! ഒറ്റപ്പെടലിന്റെ നടുവിൽ, അല്ലെ തനിച്ചാക്കപ്പെട്ടതിന്റെ നടുവിൽ ദാവീദിന് ഏറ്റവും ഉണ്ടായ ലാഭം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദിന്റെ ഹൃദയത്തെ എന്റെ ദൈവത്തിന് ശോധന ചെയ്യാൻ കഴിഞ്ഞു, ദാവീദിന്റെ ഹൃദയത്തെ എന്റെ ദൈവത്തിന് പഠിക്കാൻ കഴിഞ്ഞു, ദാവീദിന്റെ ഹൃദയത്തെ എന്റെ ദൈവം വ്യക്തമായി തിരിച്ചറിഞ്ഞു. ദൈവത്തിന് മനസ്സിലായി ഇവന്റെ അകത്ത് കരുത്തുറ്റൊരു നേതാവുണ്ട്, ഇവന്റെ അകത്ത് കരുത്തുറ്റ ഒരു രാജാവുണ്ട്, ഇവന്റെ അകത്ത് കരുത്തുറ്റ നല്ലൊരു നേതൃത്വം നേടാനുണ്ടെന്ന് സർവശക്തൻ വനാന്തരങ്ങളിലെ ഒറ്റപ്പെടലിന്റെ നടുവിലാ മനസ്സിലാക്കി. ഇന്ന് പകൽക്കാലം ആത്മാവിന് തോന്നു പറയാ നിന്നെ ആരും മനസ്സിലാക്കാത്ത ആഴമേറിയൊരു വെളിപ്പാട് നിന്നെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അവൻ നിന്റെ ഹൃദയത്തെ കണ്ടിട്ടുണ്ട്, നിന്റെ ഹൃദയത്തെ അവൻ അറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു നിയോഗത്തിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ചു നടത്തുകയോ യേശുവിന്റെ നാമത്തെ പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തെ കാണുന്ന സർവശക്തനായ ദൈവം പറയുന്നു വനാന്തരങ്ങളിൽ പുറത്തു വരാൻ പോകുക, വനാന്തരങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പോകുക, വനാന്തരത്തിൽ നിന്ന് പുറത്തു ഹൃദയത്തെ കാണുന്ന സർവശക്തനാകുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഒരു വെളിപ്പാട് പറയുന്നു. ചില വനാന്തരങ്ങളിൽ നിന്ന് നീ പുറത്തു വരാൻ പോവുക. സ്തോത്രം സ്തോത്രം! ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോൾ നമ്മൾ ഒരുപാട് വട്ടം പ്രസംഗിച്ചിട്ടുള്ളത്, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത്, പക്ഷെ എന്റെ ഹൃദയത്തിൽ ആത്മാവ് തന്ന ഒരു വെളിപ്പാടതായിരുന്നു. ആ ഒറ്റപ്പെടലിന്റെ നടുവിൽ, ആ തനിച്ചാക്കപ്പെട്ടതിന്റെ നടുവിൽ ദൈവത്തിന് കൂടുതലായിട്ട് ദാവീദിനെ പഠിക്കാൻ കഴിഞ്ഞു. ആമേൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും ദൈവത്തിന് അറിയത്തില്ലേ? ദൈവത്തിന് അറിയാം, ദൈവത്തിന് അറിയാം, ദൈവത്തിന് അറിയാഴികയൊന്നുമില്ല. പക്ഷെങ്കിൽ ആ വനാന്തരങ്ങളുടെ ഒറ്റപ്പെടലിന്റെ നടുവിൽ ദൈവം ഏറ്റവും അധികം
കമ്മ്യൂണിക്കേഷൻ ദാവീദ് ഏറ്റവും അധികം കമ്മ്യൂണിക്കേഷൻ ചെയ്ത ദൈവത്തോടാ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? കൂടുതലായിട്ട് ഇടപഴകുമ്പോഴാണ്, അല്ലേ? ഇനി കൂടുതലായിട്ട് എപ്പോഴും കണ്ടിട്ട് കാര്യമില്ല, സംസാരിക്കുമ്പോഴാണ്. കൂടുതലായിട്ട് ആര് തമ്മിൽ സംസാരിക്കുന്നോ അവര് തമ്മിൽ ഹൃദയങ്ങളെ തുറക്കാനിടയായിത്തീരും, ഹൃദയം തുറന്ന് സംസാരിക്കാനിടയായിത്തീരും. എന്നോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നൊരു വെളിപ്പാടതായിരുന്നു. ഹല്ലേലൂയ, സ്തോത്ര. ഒറ്റപ്പെടലിന്റെ നടുവിൽ, ആ തനിച്ചാക്കപ്പെടലിന്റെ നടുവിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ് ഹല്ലേലൂയ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തു. ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കേട്ടോ, വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമായത്. കൂടുതലായിട്ട് ദൈവവുമായിട്ട് അടുത്തു. ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, ഒരു കരുത്തുറ്റ നേതാവ് ഇവന്റെ അകത്തുണ്ട്. ആമേൻ. ഹൃദയത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ദൈവം പറയുന്ന ഒരു കരുത്തുറ്റ നേതാവ് ഇവന്റെ അകത്തുണ്ട്. ആമേൻ. ആ കരുത്തുറ്റ നേതാവിനെ ദൈവം പുറത്തു കൊണ്ടുവന്നെന്ന് 16-ാം അധ്യായത്തിൽ കരുത്തുറ്റ നേതാവിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. തിരുവചനം ഇങ്ങനെ എഴുതി, അല്ലെങ്കിൽ ദാവീദിനെ കണ്ടു, തൈലക്കൊമ്പ് ചലിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവെന്നോട് പറയുന്നു, നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവം അല്ല നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ വരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് ദൈവം വ്യക്തമായിട്ട് ഹൃദയത്തെ ശോധന ചെയ്ത് ഹൃദയത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന നിന്നോട് ആത്മാവ് പറയുന്നു, ദൈവം നിന്റെ തല ഉയർത്തുന്ന നാൾ വരും. രക്തം ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ അത് തിരിച്ചറിയണം കേട്ടോ. ദാവീദിനെ എന്ത് ചെയ്തു? സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, എല്ലാരാലും മാറ്റി നിർത്തിയവന്റെ ഹൃദയത്തെ ദൈവം, എല്ലാരാലും ഒറ്റപ്പെടുത്തിയവന്റെ ഹൃദയത്തെ ദൈവം കണ്ടു. തനിച്ചാക്കപ്പെട്ടു പോയവന്റെ ഹൃദയം ആര് കണ്ടു? ദൈവം കണ്ടു. ഹല്ലേലൂയ. അവനെ ദൈവം ഉയർത്തി. എന്നോട് ആത്മാവ് പറയുന്നു, നിന്റെ ഹൃദയത്തെ ദൈവം കാണുന്നു. നിന്റെ ഹൃദയത്തെ ദൈവം കാണുന്നു. കാണേണ്ട പലരും കാണാതിരിക്കും. ആത്മാവിനോട് പറയുന്നു, നിന്റെ ഹൃദയത്തെ ദൈവം കാണുന്നുണ്ട്. സ്തോത്രം. കാണുക മാത്രമല്ല, ഈ വചനാടിസ്ഥാനത്തിൽ ദൈവാത്മാവ് പറയുന്നു, ചിലതിന്റെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചിലതിന്റെ നടുവിൽ സർവശക്തൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 13 ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ തന്നെ 13-ാം അധ്യായം. 13:14 ഒന്ന് വായിച്ചേ. ദൈവാത്മാവ് എന്നോട് ആ വാക്യം ഇടപെടും. 13. തനിക്ക് ബോധിച്ച മതി എന്ന് പറഞ്ഞാൽ, ദൈവീക തെരഞ്ഞെടുപ്പിൽ ഹൃദയത്തെ കാണുകയും ഹൃദയത്തെ കണ്ടതിന് ശേഷം തനിക്ക് ബോധിച്ചവരെ ദൈവം തെരഞ്ഞെടുക്കും. തനിക്ക് എങ്ങനെയാ ബോധിക്കുന്നേ? ഹൃദയത്തെ കാണുമ്പോഴാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹൃദയത്തെ കാണുമ്പോഴാണ് തനിക്ക് എന്ത് ചെയ്യുന്നത്? ബോധിക്കുന്നത്. സ്തോത്രം. ഒരാള് നല്ല മനസ്സിനുടമയാണെങ്കിലേ നമുക്ക് അവരെ ബോധിക്കത്തുള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് തനിക്ക് ബോധിച്ച പുരുഷന്മാരെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ ദൈവ ഹൃദയത്തെ കാണുന്നു. ഹൃദയത്തെ കണ്ടിട്ട് തനിക്ക് ബോധിച്ചവരെ ദൈവം തിരഞ്ഞെടുക്കും.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പിൽ വലിയവനെന്നില്ല, ആ തെരഞ്ഞെടുപ്പിൽ ചെറിയവനെന്നില്ല. അത് മനസ്സിലാക്കണം. ഈ ഭൂമിയിലാണ് വലിയവനെന്നും ചെറിയവനെന്നും. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയില്ല. തനിക്ക് ബോധിച്ചവരെ അവൻ തെരഞ്ഞെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് ജീവിച്ച കാലഘട്ടത്തിൽ ദൈവം മനഃപൂർവമായി ശത്രുവിന്റെ കരത്തിൽ ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ശേഷം അവർ ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനെ അയച്ച് ദൈവം അവരുടെ തെറ്റുകളെ ഉണർത്തിച്ചു. അവരുടെ തെറ്റുകളെ ദൈവം ഉണർത്തിച്ചപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കിയ ജനം ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു വരാൻ മനസ്സ് കാണിച്ചു. ഈ സമയത്ത് മുന്തിരിച്ചക്കിന്റെ ഇടയിൽ ഗോതമ്പ് ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവന്റെ പേര് ഗിദെയോൻ. തിരുവചനം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുലത്തിൽ ഏറ്റവും ചെറിയ കുടുംബമാണ് ഗിദെയോന്റെ. ആ കുടുംബത്തിൽ ഏറ്റവും ചെറിയവനാണ് ഗിദെയോൻ എന്ന് പറയുന്നത്. കുലത്തിലും ചെറുതാ, കുടുംബത്തിലും ചെറുതാ. സ്തോത്രം. എന്നാൽ ദൈവം തെരഞ്ഞെടുത്തത് അവനെയാണ്. തനിക്ക് ബോധിച്ചവരെ അവൻ തെരഞ്ഞെടുത്തു. ശ്രദ്ധിച്ച ദൈവമക്കളെ, ദൈവം ഗിദെയോനെ വിളിച്ചൊരു വിളിയുണ്ട്, പരാക്രമശാലിയെ. ആ വിളി കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഗിദെയോൻ ആ പേര് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി പേടിച്ചു വന്ന് എന്ത് ചെയ്യുക, ഇത് മെതിച്ചോണ്ടിരിക്കുക. പേടിച്ചു വന്ന് മെതിച്ചോണ്ടിരിക്കുന്നവനെ വിളിക്കുക പരാക്രമശാലിയെ. അതെന്നാ വിളിയ? അതെന്തോ വിളിയ? പേടിച്ചു വിറച്ച് എന്നെ ആരും കാണരുത് എന്ന് പറഞ്ഞ് പാത്തിരിക്കുന്നവനെ ദൈവം വിളിച്ച വിളിയ പരാക്രമശാലിയെ. ആ ദൈവം വിളിക്കാൻ എന്നെ കാര്യം, അവന്റെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്തപ്പോൾ, അവന്റെ ഹൃദയത്തെ ദൈവം കണ്ടപ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഇവന്റെ അകത്തൊരു പരാക്രമശാലി ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ഈ വെളിപ്പാട് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇന്ന് പകൽക്കാലം അവന്റെ ഹൃദയത്തെ കണ്ട ദൈവത്തിന് അവനെ ബോധിച്ചപ്പോ ദൈവം അവനെ വിളിക്കുക പരാക്രമശാലിയെ. നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിഥ്യാനരെ തോൽപ്പിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവന്റെ കുറവുകൾ അവൻ പറഞ്ഞപ്പോൾ ദൈവം പറയാം, നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഞാൻ, നിന്റെ ഹൃദയത്തെ അറിയുന്ന ഞാൻ, നിന്റെ കുറവ് മാത്രമല്ല അറിയുന്നത്, അതിനപ്പുറം നീ എന്താകുമെന്നും ഞാൻ അറിയുന്നു. ഇന്ന് പകൽ ധന്യനീയ നമുക്ക് ആ ചരിത്രം അറിയാമല്ലോ. 300 പേരെ കൊണ്ട് ഒരു യുദ്ധം ജയിച്ച ചരിത്രമാണ് ഗിദെയോന്റെ ചരിത്രത്തിൽ കിടക്കുന്നത്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന ഒരു വെളിപ്പാട്, നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ദൈവം പറയുന്ന ഒരു വെളിപ്പാട്. നീ അറിയാത്ത ഒരാളും നിന്റെ അകത്തുണ്ട്. ഓ, മനസ്സിലാകുന്നില്ലേ? ഈ വെളിപ്പാട് അത്രത്തോളം കൊണ്ട് കിട്ടുന്നില്ല. അല്ല, നീ അറിയാത്തൊരു ആള് നിന്റെ ഏകത്തൊണ്ട ദൈവമൈതല്ലേ. ക്രൈസ്തവരുടെ കരുത്തുറ്റ ഒരു നേതാവ് ദാവീദിന്റെ അകത്തുള്ളതുപോലെ, ഒരു പരാക്രമശാലി ഗിദെയോന്റെ അകത്തുള്ളതുപോലെ നീ അറിയാത്ത ഒരാള് നിന്റെ അകത്തുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ തിരിച്ചറിയുന്ന പകലാണിത്, അതിനെ പുറത്തെടുക്കുന്ന പകലാണിത്. ഇന്ന് പകലെ അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ദൈവം എന്തിനാണ് നിന്നെ തിരഞ്ഞെടുത്തത്? ദൈവം എന്തിനാണോ നിന്നെ കണ്ടത്? എന്തിനാണോ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത്? എന്തിനാണോ നിന്റെ ഹൃദയത്തിൽ ശോധന ചെയ്യുന്നത്? ആ നിന്നിലുള്ള നിന്നെ ഇന്നവരെ തുറക്കുകയോ വെളിപ്പാട് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്നവകം നിന്നിലുള്ള നിന്നെ ഇന്നവകം യേശുവിന്റെ നാമത്തിൽ ദൈവം പുറത്തുവന്നു. ഓ കൃപ, കൃപ. മോശ പറഞ്ഞു ഹല്ലേലൂയ, എന്നെ കൊണ്ട് നടക്കത്തില്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എവിടെയോ അത് പ്രസംഗിച്ചു.
മോശ പറഞ്ഞു, ദൈവമേ എന്നെ കൊണ്ട് നടക്കത്തില്ല, ഞാൻ വിക്കനാ, എന്നെ കൊണ്ട് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞൊരു മറുപടിയാ, അതൊരു വെളിപ്പാടാ. സ്തോത്രം. കണ്ടില്ലേ? മോശേ, നീ കാണുന്ന നിന്നെ അല്ല ഞാൻ കണ്ടത്. ഹലോ, നീ കാണുന്ന നിന്നെ അല്ല ഞാൻ കണ്ടത്. നീ കാണാത്തൊരു മോശം നിന്റെ അകത്തുണ്ട്. നീ കാണാത്തൊരു മോശം നിന്റെ അകത്തുണ്ട്. നീ അറിയാത്തൊരു മോശം നിന്റെ അകത്തുണ്ട്. അതിനെ ഞാൻ കണ്ടു. ആമേൻ. അതിനെ ഞാനാ കണ്ടത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലായി? നീ കാണുന്ന നിന്നെ അല്ല ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നിന്നിൽ ദൈവം കാണുന്ന ഒരു നീയുണ്ട്. അതിനെയാ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ. അതാ ഞാൻ ആദ്യം പറഞ്ഞ വെളിപ്പാട്. പിശാചാകുന്നവൻ അതിനെയാണ് തടയുന്നത്. പിശാചാകുന്നവൻ അതിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പിശാചാകുന്നവൻ അതിനെതിരെയാണ് വെല്ലുവിളിക്കുന്നത്. എന്താ? നിന്നിലകത്ത് ദൈവം കണ്ട നിന്നെ പുറത്തു കൊണ്ടുവരാതെ വണ്ണം നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ആ പൈശാചികമാകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് പകൽ ജയിച്ചേ പറ്റത്തുള്ളൂ. കാരണം ദൈവം കാണുന്ന നീ പുറത്തു വന്നു കഴിഞ്ഞാൽ പിശാചിന്റെ ചില പ്രവർത്തനങ്ങൾ പരാജയപ്പെടും. എത്ര പേർക്ക് ആ വെളിപ്പാട് മനസ്സിലാകുന്നു? ഞാൻ പ്രസംഗിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുന്നില്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ വെളിപ്പാടിലേക്ക് ഇന്ന് പകൽ കയറണം. കേറിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ചില ഹൃദയങ്ങളെ പിശാച് കീഴ്പ്പെടുത്തും. പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആത്മാവിനോട് ശക്തമായി പറയുന്നു, മോശയുടെ അകത്ത് മോശ കണ്ടിരിക്കുന്ന ഒരു മോശയുണ്ട്. മോശയുടെ അകത്ത് മോശ കണ്ടിരിക്കുന്ന ഒരു മോശയുണ്ട്. ഈ മോശ പുറത്തു വന്നാ മതിയെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ മോശയുടെ ഹൃദയത്തെയും മോശയെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കാണുന്ന ഒരു മോശയുണ്ട്. ആ മോശ പുറത്തു വരണം. ദൈവം കാണുന്ന ഒരു ദാവീദുണ്ട്. ആ ദാവീദ് പുറത്തു വരണം. ദൈവം കാണുന്ന ഒരു ഗിദെയോനുണ്ട്. ആ ഗിദെയോൻ പുറത്തു വരണം. ഇതാരെ പറ്റത്തുള്ളൂ? അകം കാണുന്നവരെ പറ്റത്തുള്ളൂ. ഇന്നത്തെ മനസ്സിലായ വെളിപ്പാട് നീ ഇതുവരെ കാണാത്ത നിന്റെ ദൈവം കണ്ടിട്ടുണ്ട്. ദൈവം കണ്ട നിന്നെ പുറത്തു കൊണ്ടുവരാതെ പലതും ഇപ്പോൾ സ്വാധീനിക്കുന്ന പിശാചിന്റെ പ്രവർത്തനം യേശുവിന്റെ നാമത്തിൽ അഴിയണം. ശക്തമായി പലവിധമാകുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് നിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവം ചെയ്യുന്നു. ഒന്നിരിക്കാതെ പോകണം. ഈ കാലഘട്ടത്തിൽ നിന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നിന്റെ ആവശ്യമില്ല.
യേശുവിന്റെ നാമത്തിൽ ഇത് ആരാധനയുടെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്നിൽ കൈവന്നോടുന്ന ദൈവത്തിന്റെ മനുഷ്യ യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. ആത്മാവിനോട് പറയാം, ഒതുങ്ങിക്കോളുന്നുണ്ട്. നീ ഒതുങ്ങിക്കോളുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൽ പല കാര്യത്തിൽ തൊട്ടിട്ട് നീ ഒതുങ്ങിക്കോളുന്നുണ്ട്. ഭാര്യവിധികളെ കൊണ്ടിട്ട് യേശുവിന്റെ നാമത്തിൽ പോകുന്നു. അഭിഷേകത്തിന് തീർന്നത് ഈ വചനവെളിപ്പാടൊക്കെ ചെയ്യുന്നത് ഈ വചനവെളിപ്പാടിനെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ദൈവം, നിന്നെ കവരുന്ന ദൈവം, നിന്റെ അകത്തുള്ള കരുത്തുറ്റ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമാണ് വരാനാണ്. കിടക്കുന്നവനല്ല നീ. അപ്പന്റെ ആടുകളെ കുറിച്ച് മരുഭൂമിയിൽ നടക്കേണ്ടവനല്ല നീ. അന്തരീക്ഷത്തിന്റെ ഇടയ്ക്ക് ഗോതമ്പ് ചാടിക്കൊണ്ടിരിക്കുന്നവനല്ല നീ. നീ കാണുന്ന നിന്റെ ഹൃദയത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പ്രാപിക്കുന്നു പ്രാപിക്കുന്നു. മനസ്സിലായോ പറഞ്ഞേ? നീ നിന്നിൽ കാണുന്ന ഒരാളെ ദൈവത്തിന് ആവശ്യമില്ല. നീ കാണുന്ന നിന്നെ അല്ല ദൈവത്തിന് ആവശ്യം. സ്തോത്രം. എന്തിനാ ദൈവം നിന്റെ ഹൃദയത്തേക്കാ നോക്കുന്നേ? എന്തിനാ കണ്ണിന് കാണുന്ന നോക്കാത്തെ? ഹൃദയത്തെ എന്തുവേണ്ട നോക്കുന്നേ? നിന്റെ ഉള്ളെന്തിനാ അവൻ അറിയുന്നേ? നിന്നെ ദൈവത്തിനാ പഠിക്കുന്നേ? ഇന്ന് പകൽ മനസ്സിലാക്ക്, നീ കാണാത്ത ഒന്ന് നിന്റെ അകത്തുണ്ട്. സ്തോത്രം. ദാവീദ് കാണാത്ത കരുത്തുറ്റ ഒരു നേതാവ്, ഒരു രാജാവ് ദാവീദിനകത്തുണ്ടായിരുന്നു. ദാവീദ് അത് കണ്ടോ? ഇല്ല. ഗിദെയോൻ കാണാത്ത ഒരു പരാക്രമശാലി അവന്റെ അകത്തുണ്ടായിരുന്നു. ഗിദെയോൻ കണ്ടോ? ഇല്ല. ഒരു ജനത്തെ നടത്തുന്ന ലീഡർഷിപ്പിന്റെ അഭിഷേകം മോശയുടെ അകത്തുണ്ടായിരുന്നു. മോശ കണ്ടോ? ഇല്ല. പക്ഷേ അകം കാണുന്നവർ ഇതെല്ലാം കണ്ടു. സ്തോത്രം. ഇന്ന് പകൽ ആത്മാവ് ആ വെളിപ്പാടിലേക്ക് എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒറ്റ വെളിപ്പാട് എനിക്ക് പറയാനുള്ളൂ, അതിതാ. ഇന്ന് പകൽ ഈ വെളിപ്പാട് ഇതിന്റെ അകത്ത് നിറവേറ്റപ്പെട്ടാൽ, ഈ വെളിപ്പാട് ഇതിന്റെ അകത്ത് വിടുതൽ പ്രാപിച്ചാൽ, ഇന്ന് പകൽ ചിലര് പുറത്തു വരും. നിന്റെ അകത്ത് നീ കാണാത്ത ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരാൾ പുറത്തു വരും. പക്ഷെ പിശാച് എന്താ ആഗ്രഹിക്കുന്നേ? പല കാര്യങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും നിന്നെ കടത്തി വിട്ടിട്ട് നിന്റെ മനസ്സിനെ അവൻ പിടിച്ചൊതുക്കുക. സ്തോത്രം. ഇന്ന് പകൽ തിരിച്ചറി. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ നീ പുറത്തു വരാനുള്ള വെളിപ്പാടാ ദൈവം തരുന്നേ. നീ പുറത്തു വരണം.
നീ പുറത്തു വരണം. ആര് വരണം? നിന്നിൽ നീ കണ്ട വ്യക്തിയല്ല, നിന്നിൽ ദൈവം കണ്ട വ്യക്തി പുറത്തു വരണം. അതിനെ പിശാച് സ്വാധീനിക്കുന്നേ. അത് പുറത്തു വരാതിരിക്കാനാ നിന്റെ ഹൃദയത്തെ അവൻ സ്വാധീനിക്കുന്നേ. അത് പുറത്തു വരാതിരിക്കാനാ. സ്തോത്രം. ഇന്ന് പകരം അത് മനസ്സിലാക്കുക. അതുകൊണ്ടാ ദൈവാത്മാ പറഞ്ഞ വനാന്തരങ്ങളിൽ ഒതുങ്ങിയത് മതിയെന്ന്. അതുകൊണ്ടാ ദൈവം പറഞ്ഞത് മരുഭൂമിയിൽ നടന്നത് മതിയെന്ന്. അതുകൊണ്ടാ ദൈവം പറഞ്ഞത് മുന്തിരിച്ചക്കിന്റെ അകത്തിരുന്നത് മതിയെന്ന്. പുറത്തുവാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തനിക്ക് ബോധിച്ചവരെ എന്റെ ദൈവം തെരഞ്ഞെടുക്കും. സ്തോത്രം. ഒരാള് കർത്താവിന്റെ വേലയിൽ നിൽക്കുമ്പോൾ ഇവനെയൊക്കെ ആരാ തെരഞ്ഞെടുത്തത് ചോദിക്കരുത്. അത് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. ദൈവം തനിക്ക് ബോധിച്ചവരെ തെരഞ്ഞെടുക്കും. വിശ്വസ്തരായിട്ട് നിൽക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുള്ളൂ. ആമേൻ. ഇന്നു പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവം നിന്റെ ഹൃദയത്തെ മാത്രമല്ല കണ്ടത്, നീ കാണാത്ത നിന്നിലുള്ള ഒരാളെ കൂടെ ദൈവം കണ്ടു. അതിനെ ദുരാത്മാവാണെന്നൊന്നും പറഞ്ഞ് ചിത്രീകരിക്കരുത് ദൈവത്തെ കൊണ്ട്. അല്ല, ഭൂതമായിരിക്കുന്നു. ഭൂതമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന 3 കാര്യം ഞാൻ പറഞ്ഞത്. ദാവീദിന്റെയും ഗിദയോന്റെയും മോശയുടെയും കാര്യം. അവർ കാണാത്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒന്നിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. മനസ്സിലായോ? പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം തിരിച്ചറി ദൈവം ഇതിനെ തിരിച്ചറി. അല്ലെങ്കിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ഇത് ഞാൻ ഹല്ലേലൂയ പറയുന്ന വെറും ഒരു ഹല്ലേലൂയ ഒരു പദമായിട്ട് നിങ്ങൾ കൂട്ടണ്ട. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പുറത്തു വരണം. നീ പുറത്തു വരണം. പുറത്തു വരാതെ ദൈവം നിന്നെ ഉപയോഗിക്കത്തില്ല. നീ പുറത്തു വരാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ഇന്ന് ചില വനാന്തരങ്ങൾ വിടാൻ നീ തയ്യാറാണ്, ദൈവം നിന്നെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ചില ജോലി വിടാൻ നീ തയ്യാറാണ്, ദൈവം നിന്നെ ഉപയോഗിക്കും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ചിലത് വിട്ടിറങ്ങാൻ നീ തയ്യാറാണ്, ദൈവം നിന്നെ ഉപയോഗിക്കും. ഇന്ന് പകൽ ആത്മാവ് അങ്ങനെ ഒരു ആലോചന ചിലരോട് ഇന്ന് പകൽ കൈമാറുകയാ. ഇന്ന് പകൽ ചിലത് നീ വിടാൻ തയ്യാറാണെങ്കിൽ, ചിലത് നീ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, ചിലതിനോട് ഗുഡ് ബൈ പറയാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. സ്തോത്രം. ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേൽ വീണപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെല്ലാം കൂടെ വിട്ടുകളഞ്ഞിട്ട് ഏലിയാവിനെ അനുഗമിച്ചൊരു എലീശയുണ്ട്. അതിന് ചരിത്രം പഠിപ്പിക്കുന്നത്, മരിച്ചു മണ്ണടഞ്ഞിട്ട് പോലും അവന്റെ അസ്ഥിയിലേക്ക് ഒരുവന്റെ ശരീരം വന്ന് വീണപ്പോൾ അവൻ ജീവൻ പ്രാപിച്ചു. മനസ്സിലാകുന്നുണ്ടോ? പുതപ്പ് വന്ന് വീണപ്പോ വിടേണ്ടത് വിട്ടുകഴിഞ്ഞപ്പോൾ എത്രയോ അതിശക്തമായ ശുശ്രൂഷയാണ് ആ പ്രവാചകനിലൂടെ സർവശക്തൻ ചെയ്തെടുത്തത്. ഇന്ന് തിരിച്ചറി. ചിലരോട് ആത്മാ പറയുന്നു, ചിലതിന്റെ അകത്ത് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് നിന്റെ അകത്ത് ദൈവം കണ്ടിരിക്കുന്ന ചില മഹത്വകരമാകുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുമ്പോൾ. എന്നോട് ആരും ഇടപെട്ടില്ല, എന്നോട് ആരും പറഞ്ഞില്ല, എന്നോട് വ്യക്തിപരമായിട്ടൊന്നും ഇടപെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാ പറയുന്നു, ആ പറച്ചിലൊക്കെ മാറ്റിവെക്ക്. തമ്പുരാൻ ഡയറക്റ്റ് നിന്നോട് പറയുന്നു, ചിലത് വിടാൻ നീ തയ്യാറായാൽ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. സ്തോത്രം. ആമേൻ. ഹൃദയത്തെ കാണുന്ന ദൈവം. ഒരു വാക്യം കൂടെ വായിച്ച് എന്നിട്ട് നമുക്ക് ആരാധിക്കാം.
അപ്പോസ്തല പ്രവൃത്തി 5:3 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാം വാക്യം. ഹൃദയത്തെ കാണുന്ന ദൈവം. അപ്പോൾ പത്രോസ് ആ. അനന്യാസേ ഇപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധ ആത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? ഞങ്ങള് ദൈവമക്കളെ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് കൃപ നീക്കിയ പിശാചൊന്നും ഞങ്ങളുടെ മനസ്സ് പെന്തക്കോസ്ത് നാളി ആത്മാവ് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമല്ലേ അമ്മമ്മയത്. ആ അല്ലാതെ ആത്മാവ് വരുന്നതിന് മുമ്പുള്ള കാര്യമല്ല. അങ്ങനെയായിരുന്നു, അങ്ങനെങ്കിലും പറഞ്ഞു ഒഴിയായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹൃദയത്തെ ആര് കൈവശപ്പെടുത്തും? പിശാച് കൈവശപ്പെടുത്തും. അതിന്റെ തെളിവാ നമ്മൾ വായിച്ച വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. പേരൊക്കെ നല്ല സൂപ്പർ പേരാ. എന്താ? അനന്യാസും സഫീറ. അനന്യാസ് എന്താ അർത്ഥം? പേരിന്റെ അർത്ഥം കൃപ എന്നാ. കൃപ. സ്തോത്രം. സഫീറ എന്ന പേരിന്റെ അർത്ഥം എന്താ? സൗന്ദര്യം. അടുത്തൂടെ പോയിട്ടില്ല, രണ്ടും പേര് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കൃപയും സൗന്ദര്യവും ചേർന്ന് ഉള്ള ഒരു കുടുംബം. പറച്ചില്ല. ഈ നിലം വിറ്റപ്പം വൈഫ് ഹസ്ബൻഡിനോട് വന്ന് പറഞ്ഞു, എല്ലാം എന്ത് ചെയ്യണ്ട, എല്ലാം കൊടുക്കണ്ട. ഏതെല്ലാം അത് തന്നെയായിരുന്നു. ഏതെല്ലാം അത് തന്നെയായിരുന്നു. ഹൗവ പോയി ഒന്ന് കറങ്ങി തിരിച്ചു വന്നപ്പോ എല്ലാം തീർന്നു. ഇവിടെ ശ്രദ്ധിച്ചു. ശ്രോത്രം എന്ന് വെച്ചാൽ സ്ത്രീകൾ മാത്രമല്ല, ഈ സഹോദരിമാരാണ് എല്ലാം ഒപ്പിച്ചു വെക്കുന്നതെന്ന് വിചാരിക്കും. ഒരാകാം മുഖാന്തരമാണ് ഒരു കുടുംബം മൊത്തം കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടത്. ശ്രോത്രം പറയാനാണ് ഉണ്ട്, അത് പോട്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ശ്രദ്ധിക്കണം. അവര് പറഞ്ഞു നിലത്തിന്റെ മുഴുവൻ നന്മ ആർക്ക് കൊടുക്കണ്ട? ദൈവസന്നിധിയില് കൊടുക്കണ്ട. ദൈവാസ്മാരുടെ കാക്ക കൊടുക്കണ്ട. നമുക്ക് കുറച്ചെടുത്ത് എന്ത് ചെയ്യാം? മാറ്റി വെക്കാം. ക്രൈസ്തവ. എന്നിട്ട് കുറച്ച് കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ദൈവസന്നിധി പോകാം. പോയത് നല്ല ആളുടെ മുമ്പില. ആരുടെ മുമ്പില? പത്രോസിന്റെ മുമ്പില. പണ്ട് മുതലേ എന്തുവാ നമ്മൾ പറയാറുണ്ടല്ലോ, എന്തുവാ ഒരു പറയാറുണ്ടല്ലോ, എന്തുവാ രണ്ടു മുറിയോ അങ്ങനെയാണ് പറയത്തില്ലേ? സ്തോത്രം. ഞാനത് മറന്നുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം തുറന്നടിച്ച് പറയൂന്നർത്ഥം. മറച്ചു വെക്കാതെ എന്തും വെട്ടി തുറന്ന് പറയാന്ന് പറയുന്നത്. വെട്ടൊന്ന് അത് തന്നെ. വെട്ടൊന്ന് മുറി രണ്ട്. ആ സ്വഭാവമാണ് പത്രോസ്. ഒരു നേരെ എന്നാരുടെ മുമ്പില? പത്രോസിന്റെ മുമ്പില. പത്രോസിന്റെ സ്വഭാവത്തെ ഞാൻ ഉയർത്തി കാണിച്ചതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. പത്രോസിന്റെ മുമ്പിൽ വന്ന് വേണ്ട ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം ഞങ്ങൾ വെക്കുന്നു. സ്തോത്രം. അപ്പോഴാത്മാവ് പത്രോസിനോട് സംസാരിച്ചു. സംസാരിച്ചിട്ട് ഒറ്റ ചോദ്യമാ, ഹല്ലേലൂയ, അനന്യാസേ, നിന്റെ ഹൃദയത്തെ പിശാച് കൈവശമാക്കാൻ എന്ത്? സ്തോത്രം. സ്തോത്രം. എന്തുകൊണ്ട് പിശാച് നിന്റെ ഹൃദയത്തെ കൈവശമാക്കി? സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം. പിശാച് ഹൃദയത്തെ കൈവശപ്പെടുത്തിയപ്പോൾ പരിണിത ഫലം മരണത്തിന് അവര് കീഴ്പ്പെടേണ്ടി വന്നു.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹൃദയത്തെ സ്വാധീനിച്ച് പിശാചിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം അവന്റെ കരത്തിലെ കളിപ്പാവയായാൽ മനസ്സിലാക്കിക്കോണം, നിന്റെ ഗതി അതോ ഗതി. സ്തോത്രം. നിന്റെ ഗതി അതോ ഗതിയാകും. ഇന്നു പകൽക്കാലം തിരിച്ചറി, മനസ്സിലാക്ക്, പിശാച് ഹൃദയത്തെ കൈവശമാക്കാൻ അവന് ശക്തിയുണ്ട്, അവന് കഴിയും. അവൻ ഫോഷ്കിന്റെ അപ്പനാ. ഏതറ്റം വരെ പോകാനും പിശാചിന് മടിയില്ല. മടിയുണ്ടോ? മടിയില്ല. എന്നാൽ ഇന്ന് പകൽ തിരിച്ചറി, ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തെ അവൻ കൈവശപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഹൃദയത്തെ കൈവശപ്പെടുത്താൻ പിശാചാകുന്നവൻ ശ്രമിക്കുന്ന തന്ത്രങ്ങൾ മനസ്സിലാക്കി നീ അതിനെ ജയിക്കണം. സ്തോത്രം. പണം തന്ന്, സാധന സാമഗ്രികൾ തന്ന്, വസ്തുക്കൾ തന്ന്, പലതും തന്ന് പിശാച് നിന്റെ ഹൃദയത്തെ കൈവശപ്പെടുത്തും. ബന്ധങ്ങൾ തന്ന്, വ്യക്തികളെ തന്ന്, ഉപകരണങ്ങളെ തന്ന് പിശാച് നിന്റെ ഹൃദയത്തെ കൈവശപ്പെടുത്തും. എന്നാൽ ഇന്നു പകൽ ദൈവം പറയുന്നു, നീ അതിന് ഇടം കൊടുക്കരുത്. കർത്താവ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിനനുസരിച്ച് പോയാൽ കൊള്ളാം. ഇല്ല, പിശാച് നിന്റെ ഹൃദയത്തെ കൈവശപ്പെടുത്തും. നിന്റെ ഹൃദയത്തെ കൈവശപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചിലതിന്റെ ഹൃദയത്തെ കൈവശപ്പെടുത്തുമെന്ന് ആത്മാവ് കാണിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കുക, ഇന്ന് പകൽ പ്രാർത്ഥിക്കുക, കർത്താവേ അതിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും വിടുവിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. പിശാചാകുന്നവൻ ഞങ്ങളുടെ ഹൃദയത്തെ കവരരുത്. ദൈവത്തിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. സ്തോത്രം. ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇപ്പോഴും അനന്യാസും സഫീറമാർക്കും കുറവില്ലല്ലേ? ഓരോ വർഷം കഴിയുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ ചിന്തിച്ചു, അതിന്റെ കാരണം എന്താന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പത്രോസ് ഇല്ലാത്തത്. അനന്യാസും സഫീറമാരും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പ്രശ്നം എന്നാ? നല്ല പത്രോസുമാര് ഇല്ല. സ്തോത്രം. അലമാരിക്കകത്ത് വെച്ചപ്പോ തന്നെ ഇവിടെ വെളിപ്പെട്ടു. അലമാരിക്കകത്ത് വെച്ചപ്പോ തന്നെ ഇവിടെ എന്ത് ചെയ്തു? അത് വെളിപ്പെട്ടു. അങ്ങനെയുള്ള പത്രോസുമാരില്ലാത്തതാണ് പ്രശ്നം. അങ്ങനെയുള്ള പത്രോസുമാരുണ്ടെങ്കിൽ അനന്യാസും സഫീറമാരൊക്കെ ശരിയാകും. സ്തോത്രം. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ എം.എ. വർഗീസ് വാസിന്റെ ചർച്ചിൽ കൂടുന്ന ഒരു ഫാമിലിയാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വീട്ടിൽ മീറ്റിംഗ്. ആ മീറ്റിങ്ങിന് ഞാൻ പോയ സമയത്ത് ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പോയത്. മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ മേൽ ഒരു പൈശാചിക ശക്തി വെളിപ്പെട്ടു. പൈശാചിക ശക്തി വെളിപ്പെട്ടിട്ട് ഇതെന്ത് ചെയ്താൽ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നില്ല. അങ്ങനെ വന്നപ്പോ പ്രാർത്ഥിച്ചപ്പോ ദൈവാത്മാവ് എന്നെ കാണിച്ചു. ഇവരുടെ അലമാരി കാണിച്ചിട്ട് അലമാരിയുടെ അകത്ത് ഒരു പട്ട് സാരി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഈ മാലയൊക്കെ ഉണ്ടല്ലോ സംഭവം, അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പൊ ഇദ്ദേഹം നേരത്തെ ഇവര് ഹിന്ദുക്കളിൽ നിന്ന സമയത്ത് ഈ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നതാണ്. ഈ ഹിന്ദു തലങ്ങൾ ഡാൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവരുടേതാകുന്ന ദൈവങ്ങളെയൊക്കെ നമസ്കരിച്ച് അങ്ങനെ അവര് ചെയ്യുന്നു. അപ്പൊ ഇവര് വിശ്വാസത്തിൽ വന്നെങ്കിലും പുള്ളിക്കാരി തുടർമാനം ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കണ്ട്, സിസ്റ്റർ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടല്ലോ, എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല പാസ്റ്റർ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റൂം അലമാരി
ആ സ്തോത്രം. ഇന്ന അലമാരയുടെ ഇന്ന തട്ടിൽ ഇരിപ്പുണ്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കള്ളം പറയരുത്, പരിശുദ്ധാത്മാവിനോട് കള്ളം പറയരുത്, സത്യം പറയാം. പറഞ്ഞ മോള് പറഞ്ഞു ശരിയാ പാസ്റ്റർ. പെൺകൊച്ചു പറഞ്ഞു അതിനകത്ത്. ഞാൻ പറഞ്ഞു അത് പോയി എടുത്തോണ്ട് വരാം. അത് പോയി എടുത്തോണ്ട് വന്നു. ആ ദൈവസന്നിധിയില് ക്ഷമ ചോദിച്ചു, അതിനെ മാറ്റി പ്രാർത്ഥിച്ച്, അതിനെ മാറ്റി അവരെ കുടുംബം പിടിപ്പിക്കപ്പെട്ടു. അതിന്റെ കുടുംബം പിടിപ്പിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, ഹല്ലേലൂയ, ഹൃദയത്തെ പിശാച് കയ്യിലെടുക്കരുത്. ഹൃദയത്തെ പിശാച് കയ്യിലെടുത്തിട്ട് എത്ര അന്യഭാഷ പറഞ്ഞാലും വിടുവിക്കപ്പെടത്തില്ല. എത്ര ആരാധിച്ചെന്ന് പറഞ്ഞാലും വിടുവിക്കപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ പിശാച് കൈവശമാക്കരുതെന്ന് ആത്മാവ് നിന്നോട് മുന്നറിയിപ്പ് തരിക. കാരണം പിശാചാകുന്നവൻ ചിലതിന്റെ ഹൃദയത്തെ കൈവശമാക്കാൻ ശ്രമിക്കുന്നു. എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് മുഴുവനായിട്ടും അവന്റെ കൺട്രോളിൽ എത്താത്തത്. സ്തോത്രം. ആ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഒരു നിമിഷവും അവസാനിപ്പിച്ച പിശാചിന്റെ കയ്യിലാ ചിലത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. തിരിച്ചറി, മനസ്സിലാക്ക്, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വാ. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അനന്യാസിനോട് പത്രോസ് പറയാ, നിന്റെ ഹൃദയത്തെ കൈവശമാക്കാൻ ആര്? പിശാച്. ആമേൻ. നിന്റെ ഹൃദയത്തെ കൈവശമാക്കാൻ പിശാചിന് നീ എന്തുകൊണ്ട് ഇടം കൊടുത്തു? ഇന്ന് പകൽ മടങ്ങി വാ. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെക്കാട്ടിലും അനുഷ്ഠാന പാരമ്പര്യങ്ങളുടെ അല്ലെങ്കിൽ പാത പിന്തുടർന്നു പോകുന്നതിനെക്കാട്ടിലും ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ ഹൃദയത്തിനൊത്തവണ്ണം നമ്മൾ മുൻപോട്ട് പോകുന്നതാണ്. തന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ മുൻപോട്ട് പോകുന്നതാ ദൈവം ആഗ്രഹിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വന്ന ജനം, ഒന്നാം ഇസ്രായേൽ എന്ന് അഭിമാനിക്കുന്ന ജനത്തോട് വരെ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹ ചർമ്മം ഉണ്ടല്ലോ, ആഗ്രഹ ചർമ്മം, അത് പരിച്ഛേദന ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഒന്നാം തലമുറയായ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ണിന്റെ മുമ്പിൽ കണ്ട ഇസ്രായേലിനോട് പറയാം, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നിങ്ങൾ പരിച്ഛേദന ചെയ്യണം. പരിച്ഛേദന ചെയ്യണം. അഗ്ര എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മാനസാന്തരം ഇല്ലാത്ത ഒറ്റയൊരെണ്ണം കനാനി കയറത്തില്ല. സ്തോത്രം. കനാലിൽ എന്ത് ചെയ്യത്തില്ല? കേറത്തില്ല. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേട്ടോണം. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പിശാച് നിന്റെ ഹൃദയത്തെ കവർന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാ, നിനക്ക് നിത്യത കിട്ടും. പിശാച് നിന്റെ ഹൃദയം കവർന്നാൽ നീ ആ വാഗ്ദത്ത ദേശത്ത് പോകത്തില്ല. സ്തോത്രം, സ്തോത്രം. ഒന്നാം തലമുറയിൽ എത്ര എണ്ണമാ കയറിയത്? എത്ര എണ്ണമാ പുറപ്പെട്ടെ? സ്തോത്രം. യാറെന്ന് പറയുന്ന ചെറിയ സംഖ്യ അല്ല, അതിനിപ്പുറത്ത് വേറെ ഉണ്ട്. എത്ര കേറി? ഒന്നാം തലമുറയിൽ എത്ര കേറി? സ്തോത്രം. ആരാ? യോശുവയും കാലേബും. ഞാൻ അതിന്റെ പൊരുള് പറയാം. ഹൃദയത്തെ ശോധന ചെയ്ത് ഹൃദയം പിശാചിന്റെ കയ്യിൽ കൊടുക്കാതെ നിന്റെ ഹൃദയത്തിലെ സ്വാധീനങ്ങൾ ദൈവവും ദൈവത്തിന്റെ വചനവുമാണെങ്കിൽ നിനക്കും വാഗ്ദത്ത ദേശത്ത് പോകാൻ പറ്റും.
നിനക്ക് നിത്യത അവകാശമാക്കാൻ പറ്റും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവരെ അത് നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം അവൻ ഹൃദയത്തെ കാണുന്നു. അവൻ ഹൃദയത്തെ കാണുന്നു. പുറമേ കാണിക്കുന്ന ഒരു കോപ്രായങ്ങൾ കൊണ്ടോ ഒരു അഭിനയം കൊണ്ടോ നിത്യത പോകത്തില്ല. നിത്യത പോകത്തില്ല. പുറമേ കാണിക്കുന്ന ഒന്നും കൊണ്ട് നിത്യത പോകത്തില്ല. കാരണം ദൈവം നമ്മുടെ ഉള്ളറിയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതുപോലെ, കഴിഞ്ഞ ബുധൻ ഞാൻ പറഞ്ഞതുപോലെ, അല്ലെ, പുറമേ നോക്കുമ്പോൾ മാർബിളിട്ടതും വൈറ്റ് വാഷ് അടിച്ചതുമാകുന്ന നല്ല സെമിത്തേരിയ, പക്ഷെ അതിന്റെ അകം തുറന്നു കഴിയുമ്പോൾ അല്ലെ ചീഞ്ഞതും നാറ്റം വെച്ചതും. ഞാൻ പറഞ്ഞതല്ലേ, യേശു പറഞ്ഞു. പുറമേ വെള്ളപൂശി നിൽക്കുന്ന ആരാണെങ്കിലും ഇന്ന് പകൽ മനസ്സിലാക്കിക്കോണം, ഹൃദയത്തെ കാണുന്നവരുണ്ട്. നിന്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തെ പിശാച് കൈവശപ്പെടുത്താൻ നീ അനുവദിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് തന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ജീവിക്കുക. അതിനെന്ത് ചെയ്യണം? നിന്റെ ഹൃദയം ദൈവസന്നിധി കൊടുക്കണം. നിന്റെ ഹൃദയം നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലല്ലാത്ത എല്ലാ മേഖലകളെ നീ ജയിക്കണം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഹൃദയത്തെ കാണുന്നു. അവൻ ഹൃദയത്തെ ഞാൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഹൃദയത്തെ ശോധന ചെയ്യുന്നതിലൂടെ, ഹൃദയത്തെ കാണുന്നതിലൂടെ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ദാവീദിന്റെ അകത്തുള്ള കരുത്തുറ്റൊരു രാജാവിനെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ഭയത്തോടെ പേടിച്ചു നിന്ന കല്ലില് ഗിദയോനിൽ നിന്ന് കല്ലില് പരാക്രമശാലിയെ കൊണ്ടുവന്നു. തന്റെ കുറവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവന്റെ അകത്തു നിന്ന് കരുത്തുറ്റ ഒരു നേതാവിനെ കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം, കല്ലില് പിശാച് ഹൃദയത്തെ കൈവശപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? മരണം. ഇതിലേത് വേണോ നിങ്ങൾ തിരഞ്ഞെടുത്തു. ഇതിലേതാണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തോ. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. സ്തോത്രം. പക്ഷെങ്കിൽ ഒരു കാര്യം വളരെ ആത്മാർത്ഥമായി ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. നിന്റെ ഹൃദയം പിശാച് കവർന്നാൽ നിത്യത പോകും. നിത്യത പോകും. കാഹളം ധ്വനിക്കും. കരക്കിട്ട മീൻ കിടന്ന് പിടയ്ക്കുന്നത് പോലെ ഇവിടെ കിടന്ന് എന്ത് ചെയ്യും? പിടയ്ക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. അവന്റെ ഹൃദയവുമായിട്ട്, ദൈവത്തിന്റെ ഹൃദയവുമായിട്ട് നിന്റെ ഹൃദയം ഒന്ന് ചേർന്നിരിക്കാൻ നീ തയ്യാറാണോ? കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടാം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിന്റെ ഒരു നിഴലാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഒന്നാം തലമുറ ഹൃദയം അഗ്നിചർമ്മം പരിച്ഛേദനം ചെയ്യാതിരുന്നപ്പോൾ ആ തലമുറയിൽ കേറിയത് രണ്ടെണ്ണവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വ്യക്തമായ ഹല്ലേലൂയ ശുദ്ധീകരണം പ്രാപിക്കാതെ, ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാതെ പിശാചിന് നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ നീയും നിത്യതയിൽ കേറത്തില്ല. സ്തോത്രം. ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു. ഭയത്തോടെ നമുക്കൊന്ന് ഒരുങ്ങാം. ഭയത്തോടെ നമുക്കൊന്ന് മടങ്ങി വരാം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. ആമേൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. നിന്റെ പുതുയുഗം പിരിയും,
വനത്തിന്റെ അനുഭവത്തിലുള്ള